ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സന്തോഷത്തോടെ പോവാൻ. അല്ല, അലമ്പുണ്ടാക്കി കച്ചറ ഉണ്ടാക്കി കൊണ്ടുപോകണം തന്നെ വാശി പിടിച്ച് കൊണ്ടുപോവാണ്. അതുകൊണ്ട് എൻ്റെ സാറിൻ്റെ മുഖത്ത് അത്യാവശ്യം ഗൗരവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുള്ള ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇപ്പം മൊത്തത്തെ ഗൗരവം ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെയാണ്. ഒരു പുച്ഛം വാരി എറിയുന്നുണ്ട്. ഇന്ന് നമ്മളെ തളർത്താൻ പറ്റില്ലെന്ന് മൂപ്പർക്ക് അറിയില്ലല്ലോ. കൊക്കത്ര കുളം കണ്ടതാ അങ്ങനെ എന്തോ ഒന്നും പറയില്ല. അതാണ് സംഭവം. അപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഒരു സ്ഥലം വരെ കൊണ്ടുപോകാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കുറേ ചോദിച്ചു. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് എങ്ങനെയുണ്ട്? എൻ്റെ സിസ് ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ ആരോ വന്ന് കമൻറ്റ് ഇട്ടുണ്ട് ഇത് സിസ് ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക് അല്ലാന്ന്. ആണ് ഗൈസ്, എന്നെ വിശ്വസിക്കൂ, ഇത് സിസ് ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക് ആണ്. കൊല നടന്നു പോകുന്നു. അതാണ് കൊലവണ്ടി. ഇതല്ല ഞാനിത് ഫ്രണ്ടേരിയല്ല. എന്നെ ട്രോളാനെങ്കിലും ഇല്ല അമ്മായിമാരും അമ്മാവന്മാരും. ഇപ്പൊ ലിഫ്റ്റ് വന്നു. ഒരമ്പും കൂടെ വിടാം. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയിൽ എണ്ണ അടിക്കാൻ പോവാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ക്രിഞ്ചൊക്കെ ആയി തോന്നും. എന്തെങ്ങനെ വർത്താനം പറയുന്നത്, ഞങ്ങൾ ഇതിലും അലമ്പായിട്ടാണ് ഗൈസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാധാരണ എല്ലാ വീഡിയോസിലും അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട എന്തിനാ ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കുന്നത്, നിങ്ങൾ നാച്ചുറലായിട്ട് തന്നെ കാണണം, കണ്ട് നിങ്ങൾ സഹിക്കണം. ഇവനാണ് പറഞ്ഞത് ഓട്ടോക്കാരോ വിലക്കാൻ. ഓട്ടോറിക്ഷക്കാര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവനാണ്. ഇവന്റെ വീടും എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം, കമന്റ് ചെയ്താൽ മതി. ഡാഗിനി ആ സാധനം എന്തെങ്കിലും ഡിങ്കൻ ടിക്കൻ ഡിങ്കൻ. കളി തന്നെ മല. ബീച്ചിലാണോ ഈ ബൈക്കിൽ വരുന്നത്? ഓട്ടോറിക്ഷ പോകുന്ന ആരോ പറഞ്ഞ അതാ DJ വരുന്നത്. അന്നാ പോലീസുകാർ എന്തേലും പറഞ്ഞേ, അതെന്താ എന്താ പറഞ്ഞേ, എന്തോ ഒന്ന് പറഞ്ഞില്ലേനോല്, അതെന്തോ ഉത്സവോ എന്തോ പറഞ്ഞല്ലോ ഓല്. പള്ളിപ്പെരുന്നാളെന്നോ എന്തോ പറഞ്ഞേ. ബിവറേജിലേക്കാണ് പോകുന്നത്. എവിടെയാ? ഈ ബിൽഡിങ്ങിൽ ബിവറേജ് വരുന്നതാണ് ട്രാഫിക് പറയുന്നത്. നീ എന്തിനാ അപ്പൊ അതൊക്കെ നോക്കി വെച്ചേ? ബിവറേജ് വരുന്നേ. ഇവിടെയാണ് ഞാൻ കുടിക്കാൻ
ഇല്ല. കാണുന്നുണ്ടോ? കാണാണ്ടായി ഇതിന്റെ ചുരല്ല ഗൈസ്, ഞാൻ കാണുന്നു ഗൈസ്. വൈത്തിരി കാവും വളവ് മാത്രമല്ല, ഇത് ചുരല്ല. എനിക്ക് നല്ലോണം അറിയാം. അതിന്റെ ഗേറ്റ് ഉണ്ടാവും. ഗേറ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാ ചുരത്തിനും ഗേറ്റ് ഉണ്ടാവില്ല. ഇപ്പൊ കുറ്റിയാടി ചുരത്തിന് ഗേറ്റ് ഉണ്ടായില്ല. അത് ചുരമൊന്നല്ല, മറ്റേ ആൾ ഉണ്ടാക്കിയതാ ചുരം. കത്തിയാണ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ കുറ്റിയാടി ചുരം ചുരല്ലേ? അതൊരു വളഞ്ഞൊരു വഴി. ഇങ്ങനെ നേരിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ വഴി, പക്ഷെ വീഡിയോയിലില്ലേ അങ്ങനെ ഇല്ലണ്ടേ. അപ്പോൾ നമ്മൾ ആ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റാഫിക്ക് ഏതോ റീൽസ് കണ്ടതാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. വലുതും കിട്ടിയാൽ മതി, ഞങ്ങൾ ഭാഗ്യം വെച്ച്. സാധാരണ ഒരു സാധനങ്ങളും കിട്ടാറില്ല. ഇതാണ് കേട്ടോ ആ കട. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം. മഴ അത്യാവശ്യം ചാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടേൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കട. കുഴപ്പമില്ല, ഒരു ചെറിയൊരു കടയാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ആരും കാണാതൊക്കെ ഇങ്ങനെ കട്ടിട്ടൊക്കെയാണ് എടുത്തത്. എനിക്ക് ഭയങ്കര നാണാട്ടോ ആൾക്കാരെ മുമ്പ് വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ അടിയിലൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ചായ എത്തിട്ടോ. ചായ അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ ആ കടയിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ കുറച്ച് മുന്നേ പോകണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പോകണമായിരുന്നു. അവിടെ 2 രതീഷ് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നുള്ള. രതീഷ് അങ്ങനെ 2 പഴംപൊരി പറഞ്ഞു. പഴംപൊരി ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവ രണ്ടും നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് ഇത്ര ടൈം എടുത്ത് കുടിക്കുന്നത്. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ മെല്ലെ പുറത്തിറങ്ങി നിന്ന് മഴ കുറച്ച് കുറയുമ്പോൾ ഓടിപ്പോവാന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഷോപ്പിൻ്റെ നെയിമും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ആ കട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.